മഹാരാഷ്ട്രയിലെ വീരാറിൽ 5 കോടി രൂപയുമായി ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെയെ പിടികൂടി. ബഹുജൻ വികാസ് അഘാഡി പണം നൽകാനുള്ളവരുടെ പേരടങ്ങുന്ന ഡയറിയും കണ്ടെത്തി എന്നാണ് ആരോപണം. വിരാറിലെ ഹോട്ടലിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. ബി.ജെ.പിയുടെ നോട്ട് ജിഹാദാണ് ഇന്ന് പുറത്തായത് എന്ന് ഉദ്ധവ് താക്കറെ ആരോപിക്കുകയും ചെയ്തു. ശ്രീനാഥ് ചന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ മുംബൈയിൽ നിന്നും. ശ്രീനാഥ്, ഗുഡ് ഈവനിംഗ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ ഇങ്ങനെ പണമൊഴുക്കിയുള്ള രാഷ്ട്രീയ കളികൾ അത് പുതുമയുള്ള കാര്യമല്ല. മഹാരാഷ്ട്രയിൽ ഒരുപാട് നാടകങ്ങൾ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ആ വിഷയം എങ്ങനെ ചർച്ചയാവുന്നു അവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ? ശ്രീനാഥ്. പ്രജിൻ, മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ തോതിൽ പണം ഒഴുകിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 290 കോടിയോളം രൂപയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം പിടികൂടിയത്. അങ്ങനെയെങ്കിൽ അതിലും എത്രയധികമോ ഒക്കെ ഈ സംസ്ഥാനത്ത് ഒഴുകിയിട്ടുണ്ടാകും. ഏതായാലും ഇന്നിപ്പോൾ നടന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ നാണക്കേടാണ്. കാരണം ചെറിയ നേതാവല്ല, ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാനത്തെ തലമുതിർന്ന നേതാക്കളുള്ള ഒരാളാണ്. ഒരു കാലത്ത് മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ അദ്ദേഹം എത്തും എന്ന് പ്രതീക്ഷയാണ്. അങ്ങനെ വിനോദ് താവഡെയാണ് പണവുമായി BVA പ്രവർത്തകർ ഇന്ന് പിടികൂടുന്നത്. വിരാർ ഈസ്റ്റിലുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഇന്ന് ഉച്ചയോടെ നാടകീയ സംഭവങ്ങൾ നടക്കുന്നത്. അവിടേക്ക് BVA പ്രവർത്തകർ ഇരച്ചെത്തുന്നു. വിനോദ് താവഡെയെ വളയുന്നു. ബാഗിൽ നിന്ന് പണം എടുത്ത് ഉയർത്തി കാണിക്കുന്നു. നോട്ട് കെട്ടുകളാണ് ഉയർത്തി കാണിക്കുക. മാത്രമല്ല BVAയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. അവർ വിനോദ് താവഡെയുടെ 2 ഡയറികൾ പിടിച്ചെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ പല പേരുകളുമുണ്ട്. അത് പലർക്കും നൽകാനുള്ള പണത്തെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ് ആരോപണം. അങ്ങനെയെങ്കിൽ അവർ ആരോപിക്കുന്നത് പ്രകാരം 15 കോടിയെങ്കിലും വിനോദ് താവഡെ വഴി കൈമാറി പോകാൻ ഉണ്ടായിരുന്നു. അതാണ് ഈ രേഖകളുള്ളത്. ഹോട്ടലിൽ ഇന്ന് 5 കോടിയെങ്കിലും വിനോദ് താവഡെ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് അവർ ആരോപിക്കുന്നത്. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തി പണമൊക്കെ കൈപ്പറ്റുകയും വിനോദ് താവഡെയുടെ വാഹനവും മുറിയും ഒക്കെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, ഈ പരിശോധനകളൊക്കെ നടന്നതിന് പിന്നാലെ തന്നെ വിനോദ് താവഡെയെ നടുവിലിരുത്തി ഈ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായി. വിനോദ് താവഡെ ഏതായാലും താൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇതിൽ മറ്റെന്തൊക്കെയോ ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നതാണ്, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അടുത്ത് നിൽക്കെ ഉണ്ടായ ഈ ഡാമേജ് അത് ബി.ജെ.പിക്ക് എങ്ങനെ മറികടക്കാനാകും എന്നത് കണ്ടറിയേണ്ടി വരും. ഇപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ പല നേതാക്കളും, ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കൾ ബി.ജെ.പി പണമെറിഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നപ്പോൾ രമേശ് ചെന്നിത്തല സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC നേതാവാണ് കോൺഗ്രസിന്റെ, അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോറ്റെന്ന് ബി.ജെ.പി ഉറപ്പിക്കുന്നു, അതുകൊണ്ടാണ് പണമെറിഞ്ഞുള്ള ഈ നാടകങ്ങൾക്ക് ബി.ജെ.പി മുതിരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അങ്ങനെ വലിയ ക്ഷീണം ബി.ജെ.പിക്ക് ഏതായാലും ഈ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. പ്രജിൻ, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.